പരിശുദ്ധനായ പരിമലമാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അനുഗ്രഹീതമായ ഒരു ഓർമ്മ പെരുന്നാളും കൊണ്ടാടുവാനും അതിൻ്റെ ഭാഗമാക്കുവാനും ദൈവം നമുക്ക് തന്ന എല്ലാ അവസരത്തെയും നന്ദിയോടെ സ്തോത്രം ചെയ്യും. സുറിയാനി ക്രിസ്ത്യാനികളുടെ പാരമ്പര്യത്തിൽ ഓരോ പെരുന്നാളുകളും ഓർമ്മപ്പെടുത്തലുകൾ മാത്രമല്ല, ഒരു ജീവിതചര്യ തേടിയുള്ള യാത്രയാണ്. പുണ്യവാന്മാരുടെ ജീവിതത്തെ പാദവും പാഥേയവുമായി തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. നീതിമാന്മാർക്ക് നല്ല ഓർമ്മ കൊടുക്കുന്നത് ദൈവമാണ്, അവരെ മാനിക്കുന്നത് ദൈവമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പെരുന്നാൾ കൊണ്ടാടുന്നത് സർവശക്തനായ ദൈവത്തിന് വേണ്ടി കൂടിയാണ്. ദൈവത്തെ മാനിച്ചവരെ ദൈവം മാനിക്കും. അപ്പൊ ദൈവം മാനിക്കുന്നവരെ നമ്മളും മാനിക്കണം. പ്രവാചകനായും നീതിമാനായും പുണ്യവാനായും അവരെ സ്വീകരിക്കണം. അവരെ സ്വീകരിക്കുമ്പോൾ അവരുടെ അനുഭവം നമുക്ക് കിട്ടുമെന്ന് കർത്താവ് തന്നെ തന്റെ വിശുദ്ധ ആദരങ്ങൾ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർ പറഞ്ഞതല്ല, കർത്താവ് തന്നെ പറഞ്ഞത്. അപ്പം വിശുദ്ധന്റെ അനുഭവങ്ങൾ എത്ര വലുതാണോ ആ വലുതായ അനുഭവങ്ങൾ ഘട്ടം ഘട്ടമായി ദൈവം നമുക്ക് നൽകും. ഓരോ പെരുന്നാളും കൊണ്ടാടുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ പെരുന്നാളുകളിൽ ചെണ്ടയുണ്ട്, വാദ്യഘോഷങ്ങളുണ്ട്, അലങ്കാരങ്ങളുണ്ട്. അപ്പൊ ഭൗതികമായി ഒരു പുണ്യവാന്റെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ഇത്രമാത്രം അലങ്കാരങ്ങളോടെ ഭക്തിപൂരിതമായി നാം പെരുന്നാൾ കൊണ്ടാടുമെങ്കിൽ സ്വർഗത്തിൽ എത്രമാത്രം വലിയ പെരുന്നാൾ കൊണ്ടാടും. അവിടെ ദൂതന്മാരുടെ, വിശുദ്ധന്മാരുടെ, നിർമ്മലന്മാരുടെ, വിശുദ്ധ തൃത്വത്തിന്റെ അനുഗ്രഹീതമായ സാന്നിധ്യത്തിലുള്ള വലിയ ധൂപാർപ്പണവും വലിയ ഘോഷസ്വരങ്ങളുമുണ്ട്. ദൂതന്മാരുടെ ഘോഷസ്വരങ്ങൾ മനുഷ്യൻ ഉൾക്കൊള്ളുന്നതിനും അപ്പുറം. അതുകൊണ്ടാണ് നമ്മുടെ പാരമ്പര്യത്തിൽ പ്രത്യേകിച്ച് ഒരു കാര്യം ഓർത്തോണം. ഈ ശബ്ദശാസ്ത്രത്തില് ചെണ്ടയൊക്കെ കൊട്ടുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു നിശ്ചിത സമയം കഴിയുമ്പോഴത്തേക്ക് താളപ്പഴക്കത്താല്, മേളപ്പഴക്കത്താല് കൊട്ടി അവസാനം ഈ കൊട്ടുന്നവര് തങ്ങളുടെ ശിരസ് സംഗീതോപകരണങ്ങളോട് ചായ്ച്ച് ഒരു പ്രത്യേകമായ പോസില അത് അടിച്ചു നിർത്തി. എന്ന് വെച്ചാൽ അതിനു പോലും ഒരു അർത്ഥമുണ്ട്. ഞങ്ങൾ എത്രമാത്രം കൊട്ടിയാലും സർവേശ്വര, നിന്റെ താളത്തിന്റെയും രാഗത്തിന്റെയും മുൻപിൽ ഞങ്ങളുടെ ഈ കൊട്ടും ഈ പാട്ടും ആഘോഷവും ഒന്നുമല്ല. അതിന്റെ മുൻപിൽ ആയുധം വെച്ച് കീഴടങ്ങുകയാണ്. അപ്പൊ എല്ലാ പെരുന്നാളുകളും നമ്മളെ ഓർപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം അതാണ്. സുറിയാനി പൈതൃകത്തിൽ പഴയകാല പെരുന്നാളുകളില്, ആഘോഷങ്ങളിൽ, പ്രത്യേകിച്ച് മാർ യുസേബിയസിന്റെ തിരുസഭാ ചരിത്രത്തില് വ്യക്തമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. പെരുന്നാൾ എങ്ങനെ കൊണ്ടാടണം, തിരുശേഷിപ്പിടം എങ്ങനെ പരിപാലിക്കണം, ഓരോ തിരുശേഷിപ്പും എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ മാനിക്കേണ്ടതിനെ പറ്റി ആദ്യകാല ചരിത്രം പിതാക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം തിരുശേഷിപ്പുകൾ നമ്മളെ ഓർപ്പിക്കുന്ന അനുഭവം വലിയ അനുഭവമാണ്. നമ്മുടെ മുൻപിൽ ഇടവകയുടെ ഏറ്റവും മുൻപിലായിട്ട് തന്നെ പരിശുദ്ധനായ പരിമലമാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ തിരുശേഷിപ്പ് വെച്ചിട്ടുണ്ട്. ഈ ലോകമെന്ന് പറയുന്നത് ഒരു ഉപഭോക്തൃ കേന്ദ്രീകൃതമായ ലോകം മാത്രമല്ല. അതില് മുതലാളിത്തമുണ്ട്, അതിൽ സോഷ്യലിസമുണ്ട്, സാമൂഹ്യമായ മറ്റു മാനങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും അതിനപ്പുറമായി നിലനിൽക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. ഉള്ളവരും ഇല്ലാത്തവരും, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഒരു സമൂഹം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. ആ ഉള്ളവന്റെയും ഇല്ലാത്തവന്റെയും ഇടയിലുള്ള സമൂഹമാണ് പലപ്പോഴും അടിച്ചമർത്തപ്പെടുന്നത്, ഞെരുക്കപ്പെടുന്നത്. അതുകൊണ്ട് സഭ നമ്മളെ ഒരു കാര്യം ആലോചിക്കുകയാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ശേഷിപ്പുകൾക്ക് വേണ്ടി മനുഷ്യൻ ഓട്ടമാണ്. വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും സ്വത്താണെങ്കിലും എല്ലാം ശേഷിപ്പാണ്. നമുക്ക് മീതിയുണ്ട്. പക്ഷെ നിങ്ങളോ ഞാനോ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ നമ്മൾ ശേഷിപ്പിച്ചിരിക്കുന്നതൊക്കെ മറ്റുള്ളവർക്കൊരു ബാധ്യതയാണ്. ആ ബാധ്യതയുടെ അവസാനം ഇവയെ നശിപ്പിച്ചു കളയും.
എന്നാൽ വിശുദ്ധന്മാരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് അവർക്കൊന്നും അധികം ബാലൻസ് ഇല്ലായിരുന്നു. പരിശുദ്ധനായ പരിമല തിരുമേനിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ രചനകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, തിരുമേനി കാലം ചെയ്തു, കുപ്പായങ്ങൾ അധികമില്ല, അംശവസ്ത്രങ്ങളില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അല്പമായ കാര്യങ്ങൾ മൂല്യത്തോടുകൂടി ഓരോരുത്തരെ സ്വീകരിക്കുകയായിരുന്നു, ദേവാലയങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ഓർക്കേണ്ടത് വിശുദ്ധന്മാരുടെ ശേഷിപ്പുകൾ എന്ന് പറയുന്നത് അത് തിരുശേഷിപ്പുകളാണ്. നമ്മളുടെ ശേഷിപ്പുകൾ പലപ്പോഴും അവശിഷ്ടങ്ങളും എച്ചിലുകളുമായിട്ട് മാറ്റപ്പെടും. അപ്പൊ നമ്മൾ ഈ വിശുദ്ധന്മാരുടെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ, പുണ്യവാന്മാരുടെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ, ദൈവമേ എന്റെ ജീവിതം എന്തെങ്കിലും അനുഗ്രഹീതമായി ശേഷിപ്പിക്കുന്ന ഒരു അനുഭവം നിലനിർത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. അതായത് വിശുദ്ധമായൊരു ശേഷിപ്പ് നമ്മളുടെ പ്രാർത്ഥനകൾ. പ്രിയമുള്ളവരെ, വിശുദ്ധമായ ശേഷിപ്പാട്ട് ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും പണമോ പ്രതാപമോ കൊടുത്തതൊക്കെ അവർ മറന്നുപോകും. തിന്നാനും കുടിക്കാനും കൊടുത്തതൊക്കെ ഒരു കാലം കടന്നാൽ മറന്നുപോകും. നമ്മൾ ഇന്നും കൃത്യമായിട്ട് ഓർക്കുന്നത്, നമുക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുള്ളത്, നമ്മളെ അനുഗ്രഹിച്ചിട്ടുള്ളത്, അതൊക്കെ ഒരു വലിയ അനുഭവമായി ഇന്നും ശേഷിച്ചിട്ടുണ്ട്. പുണ്യവാനായ പരിമല തിരുമേനിയുടെ ജീവിതം പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. കവിവാചകം പോലെ ജീവിച്ച വർഷങ്ങളല്ല, വർഷിച്ച ജീവിതമാണ് പ്രധാനമെന്നതുപോലെ കേവലം 55 വർഷം തികഞ്ഞു ജീവിച്ചില്ല. പക്ഷെ 123ാമത്തെ ഓർമ്മ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മഴ പെയ്തൊഴിഞ്ഞു, പക്ഷെ മരം ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തു കഴിഞ്ഞു, മരം പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതുപോലെ വിശുദ്ധന്റെ ജീവിതം. അദ്ദേഹം പറഞ്ഞപ്പോൾ, ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ പഠിച്ചിട്ടുള്ളതിനേക്കാളും കേട്ടിട്ടുള്ളതിനേക്കാളും ലക്ഷക്കണക്കിന് ആളുകൾ കൂടുതലായി അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ശേഷം കേട്ടുകൊണ്ടിരിക്കുന്നു. വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അവർ മരിച്ചതിന് ശേഷവും വിശ്വാസത്തിൽ അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. ഈ വിശുദ്ധന്മാര്, പരിശുദ്ധനായ പരിമല തിരുമേനി തന്റെ ഈ ലോകത്തിലെ വേർപാടിന് ശേഷവും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷവും നമ്മളുടെ സംസാരം കേൾക്കാൻ ആരെങ്കിലും തയ്യാറാകണമെങ്കിൽ, പഠിപ്പിക്കൽ കേൾക്കാൻ തയ്യാറാകണമെങ്കിൽ, ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അമിതമായി സംസാരിച്ച് ആക്രോശത്തോടും അഹങ്കാരത്തോടും പോയിട്ട് കാര്യമില്ല. ജീവിക്കുന്ന സമയത്ത് ദൈവത്തോട് കൂടുതലായി സംസാരിക്കുന്നവന്റെ വാക്കുകൾ അവന്റെ ജീവിതകാലത്തിന് ശേഷം മറ്റുള്ളവർ കേൾക്കാൻ തയ്യാറായി. ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ, പരിമല തിരുമേനി ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ ഒരു വാക്ക് കേട്ടെങ്കിൽ, ഏയുടെ സ്വാധീനത്തോടു കൂടി തിരുമേനി കുരിശ് ഉയർത്തി ആശീർവദിക്കുന്ന പടങ്ങളൊക്കെ കാണും. അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വലിയ കുളിര. അപ്പൊ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ട് എപ്പോഴും ഓർത്തോണം, ജീവിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കണം. ദൈവത്തോട് സംസാരിക്കുന്നവന്റെ വാക്കുകൾ, ദൈവത്തോട് പറയുന്നതിന്റെ വാക്കുകൾ, അതിന് മൂല്യമുണ്ട്. ദൈവം അത് ലോകത്തോട് സംസാരിപ്പിക്കും. ഇന്ന് നമ്മൾ ദൈവത്തോട് പറയേണ്ടത് മനുഷ്യരോടും, മനുഷ്യരോട് പറയേണ്ടത് ദൈവത്തോടും. മനുഷ്യന് സ്വയമായി സാധിക്കുന്നത് അവനവൻ ചെയ്യാതെ ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാനും, ദൈവം ചെയ്യേണ്ടത് അവനവൻ ചെയ്യാനും ഉദ്യമിക്കുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ ഞാനും ജീവിക്കുന്നത്. അവിടെയാണ് പുണ്യവാനായ പരിമല തിരുമേനിയുടെ, പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതത്തിന്റെ വ്യത്യസ്തത എന്ന് പറയുന്നത്. പരിശുദ്ധനായ പരിമല തിരുമേനിയെ പറ്റി വട്ടശ്ശേരി തിരുമേനി പറഞ്ഞിരിക്കുന്ന വാചകം ശ്രദ്ധേയമാണ്. മുൾപ്പടർപ്പിൽ നിറശോഭയോടെ വിരിഞ്ഞു വന്ന പനിനീർപ്പൂ. പരിമല തിരുമേനിയുടെ അദ്ദേഹത്തിന്റെ ഓർമ്മയോടനുബന്ധിച്ചുള്ള ഒരു ജൂബിലി സ്മരണികയിൽ വട്ടശ്ശേരി തിരുമേനിയുടെ പ്രത്യേകമായ വാചകം, മുൾപ്പടർപ്പുകൾക്കിടയിൽ പ്രത്യേകമായി തെളിഞ്ഞു ശോഭിച്ച സുഗന്ധം കൊടുത്ത ഒരു പനിനീർ പുഷ്പമായിരുന്നു അദ്ദേഹം. തുടർന്ന് 2 വാചകവും കൂടി വട്ടശ്ശേരി തിരുമേനി പറയുന്നത്, ഈ ലോകത്തിൽ ഇത്രത്തോളം ഇദ്ദേഹത്തിന് പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും സാധിച്ചതിൽ ഞാൻ അത്ഭുതം കൂടും. കാരണം രോഗത്തിന്റെ കാഠിന്യം ഒത്തിരിയുണ്ട്. ചെറുപ്രായം തൊട്ട് തന്നെ രോഗം. 2ാമത്തെ വയസ്സിൽ അമ്മ നഷ്ടപ്പെടുന്നു. സഹായിക്കാൻ മറ്റുള്ളവരുടെ കരുതൽ കൂടുതലായിട്ടില്ല, കൂടുതലായി ജീവിക്കുന്നില്ല എന്ന് വൈദ്യന്മാർ വിലയിരുത്തുന്നു.
അപ്പോഴും അദ്ദേഹം കണ്ട വലിയ ദർശനം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, നീ ഇനിയും ജീവിക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, വീണ്ടെടുപ്പ് കിട്ടും. അപ്പം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലും വിശുദ്ധന്മാരുടെ ജീവിതചര്യയിലും ദൈവത്തിൽ സമ്പൂർണമായുള്ള സമർപ്പണത്തിലും പരിശുദ്ധനായ പരിമല തിരുമേനി മുൻപോട്ട് വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ ഉയർച്ചയും അദ്ദേഹം ആഗ്രഹിച്ചതാണ്, ദൈവം ആഗ്രഹിച്ചത്. അതായത് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ഘട്ടം ഘട്ടമായി നിറവേറും. പരിമല തിരുമേനിയെ മെത്രാപ്പൊലിത്തയാക്കി സെലക്ട് ചെയ്യപ്പെട്ട് വാഴിക്കുന്ന 1876 പത്രോസ് തൃതീയൻ പാത്രികീസ് ബാവ. അന്ന് മറ്റു പലരും പരിമല തിരുമേനി ചെറുപ്പമാണെന്ന് പറഞ്ഞാക്കാൻ തയ്യാറായില്ല. പത്രോസ് തൃതീയൻ പാത്രികീസിന്റെ പ്രത്യേക നിർബന്ധമാണ്. അപ്പൊ അന്ന് മറ്റു മിടുക്കന്മാരായ പലരെയും പാത്രികീസിന്റെ മുമ്പിൽ എത്തിച്ചു. അന്നേരം പാത്രികീസിന്റെ രേഖകളിലെ അദ്ദേഹത്തിന്റെ കത്തുകളിൽ പത്രോസ് തൃതീയൻ പാത്രികീസ് ബാവയുടെ കത്തുകളും കൽപ്പനകളും ഒക്കെ ഇന്നും നമുക്ക് ലഭ്യമാണ്. അതിലൊരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തെ ഞാൻ മെത്രാപ്പൊലിത്തയായി വാഴിക്കുന്നത് നിങ്ങൾക്കൊരു വലിയ പ്രയോജനമായിരുന്നു. ബലഹീനനായ നമുക്കൊരു വലിയ പ്രാർത്ഥനാ സഹായം, നിങ്ങൾക്കൊരു വലിയ സഹായം, ബലഹീനനായ എനിക്കൊരു പ്രാർത്ഥനാ സഹായം. അതെത്ര പ്രവചനാത്മകമായിട്ട് ഇന്നും അത് നിറവേറുന്നു. അദ്ദേഹം അന്ന് നൂറ്റാണ്ടിന് 1.5 നൂറ്റാണ്ടിന് മുമ്പ് പറഞ്ഞതാണ്, എനിക്കൊരു പ്രാർത്ഥനാ സഹായം, നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹം. പരിമല തിരുമേനി ആ ഒരു ദിവ്യ അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് മാറ്റപ്പെട്ടത്. അദ്ദേഹം മെത്രാപ്പൊലിത്തയായി 29ാമത്തെ വയസ്സ് തൊട്ടുള്ള തിരുമേനിയുടെ പ്രവർത്തനം ശ്രദ്ധേയമായിരുന്നു. മെത്രാപ്പൊലിത്തയായിട്ട് ആദ്യം പെട്ടെന്ന് ആകുവാൻ പോകുമല്ല. വെട്ടിക്കൽ സെമിനാരിയിൽ, വിളന്തുരുത്തിയിലുള്ള വെട്ടിക്കൽ സെമിനാരിയിൽ മറ്റേഴു പേരോടൊപ്പം ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയത് ഈ കൊച്ചു മെത്രാപ്പൊലിത്തയാണ്. അതായത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ച് അനുഗ്രഹങ്ങൾ കൊടുക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിതം വലുതായിരുന്നു. നമ്മൾ ഈ കാണുന്നത് പോലെ എല്ലാവരും അംഗീകരിക്കുകയും എല്ലാവരും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പിതാവായി പരിമല തിരുമേനിയെ നമ്മൾ സ്വപ്നം കാണരുത്. അദ്ദേഹത്തിന്റെ ഡയറികൾ വായിച്ചാൽ അറിയാം, അദ്ദേഹത്തിന് ഊണ് വേണ്ടാതെ ഉറക്കം നഷ്ടപ്പെട്ട അനുഭവം, അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പൊട്ടിത്തെറിച്ച അനുഭവം, അദ്ദേഹത്തെ നിന്നിച്ചിറക്കി വിട്ട അനുഭവം, വെളിയിലേക്ക് പോകുവാനുള്ള വാതിൽ ഇതാണെന്ന് പറഞ്ഞ അനുഭവം, അതായത് ദേവാലയത്തിൽ ചെന്നപ്പോൾ വെളിയിൽ പോകാനുള്ള വാതിൽ ഇന്നതാണെന്ന് പറഞ്ഞ അനുഭവം. അങ്ങനെയൊക്കെ അദ്ദേഹം അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. മനുഷ്യ സ്നേഹി കൂടിയായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനി. അദ്ദേഹത്തിന്റെ ഒരു ഡയറി കുറിപ്പിൽ ഒരു വൈദികൻ ഒരിക്കലും ഒരു പ്രയാസവുമായിട്ട് പരിമല തിരുമേനിയെ സമീപിച്ചു. അന്ന് ഈ പുറജാതി മിഷൻ, സ്കൂളുകളുടെ സ്ഥാപനങ്ങൾ, മറ്റുള്ളവരെ സഹായിച്ചുള്ള ഓട്ടങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് തിരുമേനിക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്, ലോക സംബന്ധമായി ഞാൻ ദരിദ്രനാണ്, എന്നാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്റെ ദാരിദ്ര്യം സമ്പന്നത്തായിട്ട് മാറുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ള തിരുമേനി. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കലാ ചെന്ന് ചോദിച്ചത്. അപ്പൊ തിരുമേനിക്ക് വലിയ പ്രയാസമായി പോയി, കൊടുക്കാനൊന്നുമില്ല, വളരെ തുച്ഛമായ തുക. അപ്പൊ തന്റെ അടുക്കൽ വന്ന ആ വൈദികന് ആ പണം കൊടുത്തു വിട്ടാൽ പറ്റത്തില്ലല്ലോ എന്നൊരു ചിന്ത. വിഷണ്ണനായ തിരുമേനി അകത്ത് കയറി അല്പസമയം ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ഞാൻ എന്തോ ചെയ്യേണ്ടത്, അദ്ദേഹത്തിന് ഒരു നല്ല തുക വേണം, അന്നത്തെ ഒരു നല്ല തുകയാണ് വേണ്ടത്. തിരുമേനി ഇറങ്ങി വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം തന്റെ കൽപ്പന പേപ്പർ എടുത്ത് കൈപ്പട്ടൂരുള്ള ഒരു മുതലാളിയെ അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു കത്ത് എഴുതി. 1897 കാലഘട്ടത്തിൽ. അപ്പൊ ആ കത്തിനകത്ത് ഇങ്ങനെ എഴുതിയത്, ഈ കത്തുമായി വരുന്ന വൈദികൻ എനിക്ക് ഏറ്റവും വാത്സല്യമാണ്, പ്രിയപ്പെട്ടവനാണ്. ഇദ്ദേഹത്തിന് ഇത്ര രൂപ, ഇത്ര പണം അങ്ങ് കൊടുക്കണം. ചിങ്ങമാസത്തിൽ, ആ മാസം വരെ ചിങ്ങമാസത്തിൽ അദ്ദേഹം ആ പണം തിരികെ തന്നുകൊള്ളും. അടുത്തൊരു വാചകം കൂടെ ശ്രദ്ധേയം. ഇനി എന്തെങ്കിലും കാരണവശാൽ പറഞ്ഞ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് തരുവാൻ പറ്റിയില്ലെങ്കിൽ നാം അത് തന്നു തീർത്തു. പറഞ്ഞ സമയത്ത് തരാൻ പറ്റിയില്ലെങ്കിൽ നാം അത് തന്നു തീർത്തുകൊള്ളും. പ്രിയമുള്ളവരെ, ഇന്നത്തെ ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾ ഞാനും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നെല്ലാം ഔപചാരിക ബന്ധങ്ങൾ ഉപേക്ഷിച്ച് കൊടുക്കാൻ പറയും, ആജ്ഞാപിക്കും, നിർദ്ദേശിക്കും, ഉപദേശിക്കും. പക്ഷേ കൊടുക്കുന്നത് നാം തന്നു തീർത്തു കൊള്ളാമെന്ന് പറയാനുള്ള ഒരു മനസ്സ് അതെല്ലാവർക്കും കിട്ടുന്നതല്ല. വിശുദ്ധന്മാരുടെ ജീവിതചര്യയുടെ ഒരു പ്രത്യേകമായ ഭാഗം. പരിമല തിരുമേനിയുടെ സുവിശേഷവും പ്രവർത്തനവും വലുതാണെങ്കിലും
അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ സമർപ്പണവും നൊമ്പരപ്പെടുത്തിയ ഒത്തിരി പേരുണ്ടായിരുന്നു. പരുമല തിരുമേനിയുടെ ഖബറടക്ക സമയത്ത് പുലിക്കോട്ടിലെ രണ്ടാമൻ തിരുമേനി എന്ന് മലങ്കര മെത്രാപ്പൊലീത്തയാണ്. ഖബറടക്കത്തിന് കാർമ്മികത്വം വഹിക്കുന്നത് മുഖ്യ കാർമ്മികൻ പിതാവാണ്. പക്ഷേ ഈ കൊച്ചു മെത്രാപ്പൊലീത്തായുമായി ബന്ധപ്പെട്ട് പുലിക്കോട്ടിലെ തിരുമേനി ഒരു വലിയ ശക്തി ആർജിച്ച വ്യക്തി, എന്ത് പ്രയാസമുണ്ടെങ്കിലും ഓടിച്ചെല്ലുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ അടക്ക സമയത്ത് ആ ജീവൻ വെടിഞ്ഞിരുന്ന പരുമല തിരുമേനിയുടെ മുഖം കണ്ട് വികാരവശംവദനായി ആ ശുശ്രൂഷ പൂർത്തിയാക്കാൻ പോലും പറ്റാതെ അടക്ക സമയത്ത് തിരുമേനിയുടെ മൂത്ത പെങ്ങളും മറിയം അവിടെ എത്തിയതായി ചരിത്രം പറയുന്നു. പരുമല തിരുമേനിയെ ചെറുപ്പത്തിൽ വളർത്തിയ, തന്റെ അതേ പ്രായത്തിലുള്ള കുഞ്ഞിനോടൊപ്പം മുല കുടിപ്പിച്ച് വളർത്തിയ മൂത്ത സഹോദരി, അവരുടെ നെഞ്ചത്തടിച്ചുള്ള ഒരു വിലാപം. അവര് പറഞ്ഞത്, എന്റെ തിരുമേനി, ഞാൻ ജീവൻ വെടിയുമ്പോൾ മരിക്കുമ്പോൾ എന്റെ അടക്കത്തിന് അങ്ങ് വരുമെന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ അങ്ങയുടെ മരണത്തിന് ഞാൻ സാക്ഷിയാകേണ്ട വന്നല്ലോ, യാത്രയെപ്പറ്റി ഞാൻ സാക്ഷിയാകേണ്ട വന്നല്ലോ എന്ന് പറഞ്ഞു നെഞ്ചത്തടിച്ച തിരുമേനിയുടെ സഹോദരിയുടെ ഒരു വലിയ ജീവിതാനുഭവം, വലിയ അനുഭവം. തിരുമേനി കാലം ചെയ്തപ്പോൾ ആദ്യത്തെ പാട്ട് എഴുതിയ അന്ധനായ വർക്കി അദ്ദേഹം നമുക്കൊക്കെ അറിയാവുന്ന പാട്ടാണ്. സന്താപമേ സന്താപമേ എന്നും തീരാതെ കണ്ടുള്ള സന്താപമേ, എൻ്റെ ബാവാമാർ ഗ്രിഗോറിയോസയ്യോ വാനവനാട്ടിലമർന്നു പോയേ. ഈ കവിത എഴുതിയ വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു സാക്ഷ്യവും പഴയകാല രചനകളിലുണ്ട്. അപ്പൊ അദ്ദേഹം അന്ധനാണ്. അപ്പൊ ഈ തിരുമേനിയെ കുറിച്ച് അതൊരു വലിയ ഒരു കാവ്യ രീതിയില്ല. ഈ ഇത്രയും വരി നമുക്ക് ഒത്തിരി അറിയാമെങ്കിൽ ഒത്തിരി ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ അന്ധനല്ലേ, അപ്പൊ തിരുമേനിയുടെ ഈ സൗകുമാര്യം, തേജസ്, ശബ്ദം പോട്ട് കുഴപ്പമില്ല, ചെവി കൊണ്ട് കേൾക്കാമല്ലോ, പക്ഷെ ഈ രൂപവും ഭാവവും ഇത്ര ഭംഗിയായിട്ട് അങ്ങേക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ സാധിച്ചു? വർക്കി അതിന് പറഞ്ഞ മറുപടിയുണ്ട്. എന്റെ ചെറുപ്പത്തിൽ മാതാപിതാക്കളോടൊപ്പം പോയപ്പോൾ തിരുമേനി എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം എന്റെ തലയിൽ കൈവച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം, അദ്ദേഹത്തിന്റെ രൂപം, ഭാവം എല്ലാം എന്റെ ഉള്ളിൽ, എന്റെ ബുദ്ധിയിൽ പതിഞ്ഞു വന്നു. അദ്ദേഹം തിരുമേനിയെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടവർക്ക് വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വ്യാഖ്യാനമായിരുന്നു. അത്രമാത്രം അടുപ്പം പരുമല തിരുമേനിയോടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ, പരുമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് മാത്രം പറയേണ്ടതല്ല ഓർത്തഡോക്സുകാരന്റെ ആത്മീയത. പരുമല തിരുമേനി എന്തപേക്ഷിച്ചു എന്ന് പഠിക്കണം. ദൈവത്തോട് എന്താ യാചിച്ചത്, എന്തിനു വേണ്ടി യാചിച്ചു, എങ്ങനെ എപ്പോൾ യാചിച്ചു, എന്താഗ്രഹത്തോടെ യാചിച്ചു, അത് നമ്മൾ ആദ്യം പഠിക്കണം. പുണ്യവാന്മാരോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങൾ മാത്രം പറയുന്നതല്ല. ദൈവം തന്ന സ്വർഗീയ മധ്യസ്ഥനാ പരുമല തിരുമേനി. അവര് പഠിച്ച പാട്ടുകൾ പഠിക്കണം, പ്രാർത്ഥന പഠിക്കണം. നമ്മുടെ ഈ വിശുദ്ധ ബലിയർപ്പണം നടത്തി, വിശുദ്ധ പ്രാർത്ഥനകൾ നടത്തി അദ്ദേഹത്തിന് പരിശുദ്ധിയുടെ ഔന്നത്യത്തിലെത്താമെങ്കിൽ ഈ വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ, ദണ്ഡ നമസ്കാരത്തിലൂടെ, നോമ്പനുഷ്ഠാനത്തിലൂടെ പരുമല തിരുമേനിയെ പോലെ പൂർണ്ണതയിലെത്താൻ പറ്റും. നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ഒത്തിരി മറന്നുപോയിട്ടുണ്ട്. അവനവന്റെ പ്രതിസന്ധി മാത്രം ഓർത്ത കാര്യം, ആത്മാർത്ഥതയിൽ കളിപ്പീരും കള്ളത്തരങ്ങളും ഒക്കെ ഒത്തിരി വർദ്ധിച്ചു വരുന്നുണ്ട്. മനുഷ്യനെ വഞ്ചിക്കാൻ, ദൈവത്തെ വഞ്ചിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പരുമല തിരുമേനിയുടെ ഓർമ്മ കൊണ്ടാടുമ്പോൾ എനിക്ക് ഇന്നത് കിട്ടിയെന്നുള്ളതിന്റെ കണക്കെടുപ്പല്ല, അതായത് ഭൗതിക അനുഭവങ്ങളുടെ കണക്കെടുപ്പല്ല, ആത്മവരങ്ങളുടെ സമ്പാദനമാണ് ശ്രേഷ്ഠമെന്ന് ചിന്തിക്കുന്ന ഒരു തലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും പാടിക്കേട്ട്, ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിന്റെ ആടുകളെ, മൂസ ജനത്തെ തൃക്കൈ നീട്ടി വാഴ്ത്തിയതുപോലെ നീ വാഴ്ത്തണം.
എന്ന് വെച്ചാൽ അയ്യോ പത്തോ എന്ന് പറയുന്നവരെയല്ല. അദ്ദേഹത്തിന്റെ എല്ലാ രാഗങ്ങളിലും പാടിയെന്നോ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചെന്നോ എല്ലാവർക്കും ഇമ്പമായ പാട്ട് പാടിയെന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒന്നുണ്ട്, അദ്ദേഹം ദൈവത്തിനൊരു കിന്നരമായി മാറി. അതായത് തകർക്കപ്പെട്ടവനെങ്കിലും ഉപദ്രവിക്കപ്പെട്ടവനെങ്കിലും ഒരിക്കലും ഓർത്തോണം, ആ സംഗീത ഉപകരണത്തിന്റെ ഒരു സംഗതിക്ക് പോലും കേടുപറ്റാത്ത അനുഗ്രഹിക്കപ്പെട്ട സംഗീതോപകരണമായി അദ്ദേഹം മാറി. അദ്ദേഹം അനുഭവിച്ച നൊമ്പരങ്ങൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ, അദ്ദേഹത്തിന്റെ ധ്യാനങ്ങൾ, പ്രാർത്ഥനകൾ, നിലവിളികൾ ഒക്കെ ഒരു രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇമ്പമെഴുന്ന പാട്ട്. ആ ഇമ്പമെഴുന്ന പാട്ടിന്റെ വഴിത്താരം നമ്മൾക്ക് വേണം. ഇന്ന് ശബ്ദം കേൾപ്പിക്കാനും ശബ്ദം കേൾക്കാനും നിലനിൽപ്പിനും വേണ്ടി ഓടുന്ന ലോകത്ത്, ലോകത്തിന്റെ ഇമ്പം പ്രാപിച്ച ലോകത്ത് ദൈവത്തിന്റെ ഇമ്പം നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഓർക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ രുചി നഷ്ടപ്പെടരുത്, ദൈവത്തിന്റെ ഇമ്പം നഷ്ടപ്പെടരുത്. ലോക സൗന്ദര്യത്തിനിടയിൽ ദൈവികമായ സൗന്ദര്യം നഷ്ടപ്പെടരുത്. ലൗകികമായ ആരോഗ്യത്തിന്റെ ഇടയിൽ എന്റെ ദൈവത്തിന്റെ ആരോഗ്യം, ദൈവം തരുന്ന ആരോഗ്യം നഷ്ടപ്പെടുത്തരുത്. വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഡയറി കുറിപ്പിലെ ഒരു സംഭവ കഥ കൂടി പറഞ്ഞു വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും. അദ്ദേഹത്തിന്റെ പഴയകാല ഡയറി കുറിപ്പിൽ 1896 നവംബർ 24 തിരുമേനി എഴുതിയൊരു ഡയറി കുറിപ്പ്. കാരണം പെരുന്നാളിന് വിശുദ്ധ കുർബാനയ്ക്ക് എത്ര പ്രസക്തി ഉണ്ടെന്ന് ഓർപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി അത് ആവർത്തിച്ച് പറയുന്നതാണ്. ആ ഒറിജിനൽ സ്ക്രിപ്റ്റ് ഞാൻ കണ്ടത്. അതിപ്രകാരം എഴുതിയേക്കുന്നത്, പരുമലയിൽ അഴിപ്പുര തിരുമേനി താമസിക്കുന്ന കാലഘട്ടം, ഇന്നത്തെ പോലെ ഒരു സൗകര്യവുമില്ലാത്ത അഴിപ്പുര, മനോഹാരിതയില്ല, കരണ്ടില്ല, വെള്ളമൊക്കെ പൊങ്ങി വരുന്ന സമയം, ഇഴജീവികൾ ഒത്തിരി ഓടി നടക്കുന്ന കാലഘട്ടം. അങ്ങനെയുള്ള 1896 നവംബർ മാസം 24 അദ്ദേഹം വിശുദ്ധ നാട്ടിൽ പോയതിനു ശേഷമുള്ള സമയം അദ്ദേഹം ഇപ്രകാരം എഴുതി. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. ഒരു ശബ്ദം കേട്ട് ഞാൻ മുകളിലേക്ക് നോക്കി. വാരിയിലൂടെ ഒരു കറുത്ത പാമ്പ് ഇഴഞ്ഞു പോകുന്നു. ഏതോ വിഷപ്പാമ്പാണെന്ന് തോന്നുന്നു. ശമ്മാസന്മാരും കുശലിക്കാരും ഇന്നത്തെ പണി ചെയ്ത് തളർന്നതുകൊണ്ട് ഞാൻ അവരെ ശല്യപ്പെടുത്തുന്നില്ല. ഇനിയും ഇറങ്ങി വന്ന് ഈ പാമ്പെന്നെ ദംശിച്ചാലും എനിക്ക് ഭയമില്ല. എന്റെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ എന്നിലുണ്ട്. ഈ തിരുശരീര രക്തങ്ങൾക്ക് ആ പാമ്പിന്റെ വിഷത്തെ അതിജീവിക്കാൻ ശക്തിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. തമ്പുരാനെ സുഖകരമായ ഉറക്കം തന്നാൽ, തമ്പുരാനെ സുഖകരമായ ഉറക്കം തന്നാൽ, ടോർച്ചില്ല, ലൈറ്റില്ല, മേശപ്പുറത്തുള്ള മേശ വിളക്ക് തിരിതാഴ്ത്തി കിടന്നുറങ്ങുന്ന തിരുമേനിയെ നമ്മളൊന്ന് കാണും. ഒരു ചിലന്തിയെ കണ്ടാൽ മുറി കിടക്കാത്ത നമ്മൾക്ക് പാമ്പ് മേളിലൂടെ എഴഞ്ഞു പോയിട്ട് പോലും പേടിക്കാതെ സമാധാനമായിട്ട് കിടക്കാൻ പറ്റിയെങ്കിൽ, പ്രിയമുള്ളവരെ ഓർത്തോണം, എന്നിലും നിങ്ങളിലും തിരുമേനി സാക്ഷിച്ച കർത്താവിന്റെ തിരുശരീര രക്തങ്ങളുണ്ട്. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും, തലമുറകളെ കൊണ്ട് നൊമ്പരം വന്നാലും, ജീവിത പങ്കാളി ഒറ്റപ്പെടുത്തിയാലും, നിങ്ങൾ സ്നേഹിച്ചിട്ടും കരുതിയിട്ടുമുള്ളവരെല്ലാം നിങ്ങളെ വിട്ടുപോയാലും, മുൻപോട്ടൊരു വഴി പോലും ഇല്ലെന്ന് കണ്ടാലും, പ്രിയമുള്ളവരെ, ലോക സമ്പത്തിനേക്കാളും മരുന്നിനേക്കാളും അമർത്യതയുടെ ദിവ്യ ഔഷധമായ കർത്താവിന്റെ തിരുശരീര രക്തമുണ്ട്. ദൈവം നമ്മളെ തേടി വരുന്നുണ്ട്. എയർപോർട്ടിൽ ചെക്കിംഗ് ചെയ്തു കഴിഞ്ഞാൽ അവരെ ഫ്ലൈറ്റിൽ കയറ്റേണ്ടത് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ജോലിയാണ്. കണ്ടില്ലെങ്കിൽ തിരക്കി നടക്കും, ചുറ്റുവട്ടത്തിൽ നടക്കും. നമ്മളുടെ പേരുകൾ വായിക്കാൻ അറിയാത്ത തോമാച്ചന്റെയും കറിയാച്ചന്റെയും മറിയാമ്മയുടെയും പേര് ശരിയായി ഉച്ചരിക്കാൻ പറ്റാത്ത അറിയാത്ത ജോലിക്കാർ, വടക്കേന്ത്യക്കാർ, നോർത്ത് ഈസ്റ്റുകാര് ഇങ്ങനെ പേര് വിളിച്ചുകൊണ്ട് നടക്കുന്നത് കാണും. അല്ലെങ്കിൽ അവർക്കും ഭയമാണ്, ഈ കേറിയവൻ എവിടെ പോയി എന്നതുപോലെ നിങ്ങൾ ഞാനും ഒരു സ്പിരിച്വൽ ചെക്കിൻ കഴിഞ്ഞവരാണ്. മാമോദിസ സ്വീകരിച്ചു, തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നു. ഈ പ്രാർത്ഥനയുടെയും കുർബാനയുടെയും ഭാഗമാണ്. ആത്മീക പേടകത്തിലല്ലാതെ നമുക്ക് കയറാൻ പറ്റത്തില്ല. അതിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ബാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും എന്നെ നിങ്ങളെയും ആത്മീകമായ പേടകത്തിൽ കയറ്റുവാൻ യത്നിക്കുന്ന
വിശുദ്ധന്മാരുടെ ഒരു വലിയ ഗണത്തെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. പുണ്യവാനായ, പരിശുദ്ധനായ, നീതിമാനായ, പ്രവാചക തുല്യനായ പരിമല തിരുമേനിയുടെ പ്രാർത്ഥന, അനുഗ്രഹം അതിന് നമ്മൾക്ക് ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.